വിദ്യാപീഠത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാപീഠം നിങ്ങൾക്കായുള്ള ഒരു അൾട്ടിമേറ്റ് ലേണിംഗ് സൊല്യൂഷനാണ്. സെറ്റ് എക്സാം അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉള്ള ഒരു പഠന സഹായി എന്ന രീതിയിലാണ് ഈ ഒരു ചാനൽ നിങ്ങളെ സഹായിക്കുന്നത്. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. കേരള സംസ്ഥാനത്തിന് കീഴിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും അധ്യാപകരെ നിയമിക്കുന്നതിനായി കേരള സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷയാണ് സെറ്റ് എക്സാം. വർഷത്തിൽ 2 തവണയാണ് സെറ്റ് എക്സാം നടത്തുന്നത്. അതും കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് എക്സാമിനേഷൻ അപ്രൂവ് ചെയ്തിരിക്കുന്ന സിലബസ് പ്രകാരമായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു പരീക്ഷ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറ്റ് എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അധ്യാപക തസ്തികകളിലേക്ക് ആയിട്ട് എടുക്കുന്ന അധ്യാപകരുടെ കഴിവും പ്രാവീണ്യവും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം, അത് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം തസ്തികകളിലേക്ക് അവരെ നിയമിക്കുക എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനോ അധ്യാപികയോ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരു മാൻഡേറ്ററി ആയ റിക്വയർമെൻ്റാണ് സെറ്റ് എക്സാം പാസ്സായിരിക്കണം എന്നുള്ളത്. സെറ്റ് എക്സാമിൻ്റെ പരീക്ഷാ ഘടന എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 പേപ്പറുകളിലായാണ് സെറ്റ് എക്സാം നടത്തുന്നത്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും കോമൺ ആയിട്ടുള്ള പേപ്പറാണ്. അതിൽ ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. പേപ്പർ 2 എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ കാൻഡിഡേറ്റ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്പെഷ്യലൈസേഷൻ, അതായത് ആ കാൻഡിഡേറ്റ് PGക്കായിട്ട് എടുത്തിരിക്കുന്ന പ്രധാന വിഷയം എന്താണോ, കോമൺ പേപ്പർ എന്താണോ അതിനെ ബേസ് ചെയ്ത്, ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും പേപ്പർ 2 എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടക്ടിങ് അതോറിറ്റി എന്ന് പറയുന്നത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് കേരള ആണ് ഈ പരീക്ഷ നടത്തുന്നത്. കേരള സംസ്ഥാനത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും നിയമിതരാവുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഗേറ്റ് വേ ആയി സെറ്റ് എക്സാം പ്രവർത്തിക്കുന്നു. വർഷത്തിൽ 2 തവണയാണ് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സെറ്റ് എക്സാം എഴുതുന്നതിനായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നും ഏജ് ലിമിറ്റ് എന്താണെന്നും, അതുപോലെ സെറ്റ് എക്സാം എഴുതുമ്പോൾ ഒരു വ്യക്തി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സിലബസിനെ കുറിച്ചാണ്. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് അതിൽ ചോദിക്കുന്നത് എന്നാണ്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.